Good morning, one and all. So, today we will have a detailed discussion on BEGAE 182 June 2024 question paper. Here, today we are going to discuss first section of the question paper June 2024 BEGAE 182 English Communication Skills. As everybody know, this question paper contains 50 marks. The allotted maximum time is 2 hours. So let me discuss the first part of the question paper. Write a short note on any four of the following in about 100 words each. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 5 മാർക്സ്. അപ്പം ടോട്ടൽ 4 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 5 മാർക്സ്. അപ്പം 20 മാർക്സ് ആണ് ടോട്ടലി ഈ ഒരു സെക്ഷൻ വരുന്നത്. സോ ലെറ്റ് us ഡിസ്കസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രെസ് ആൻഡ് ഇന്റനേഷൻ. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് സ്ട്രെസ്, അതുപോലെ തന്നെ എന്താണ് ഇന്റനേഷൻ എന്ന് നോക്കാം. 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക് വാട്ട് ഈസ് സ്ട്രെസ്. Stress means giving extra emphasis or force to a particular part of the word. അല്ലെ, അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ നമ്മൾ പല കോണ്ടെക്സ്റ്റുകളിൽ സാഹചര്യങ്ങളിലൊക്കെ സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ട്. അല്ലെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷറാണ്, അല്ലെ, ഓവറായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ്, സാഹചര്യത്തിനാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയാറുള്ളത്. അപ്പം ലാംഗ്വേജിൽ നമുക്ക് കാണാൻ സാധിക്കും there is a some minor connection with സ്ട്രെസ്. അല്ലെ, ലാംഗ്വേജിൽ നമുക്ക് കാണാൻ സാധിക്കും അതുമായിട്ട് ചില കണക്ഷൻ അല്ലെങ്കിൽ ചില മൈനർ റിലേഷൻസ് കാണാം. എങ്ങനെ നോക്കും നിങ്ങൾ? സ്ട്രെസ് മീൻസ് ഗിവിങ് എക്സ്ട്രാ എംഫസൈസസ് ഓർ ഫോഴ്സ്. അല്ലെ, ലാംഗ്വേജിലും നമുക്ക് കാണാൻ സാധിക്കും സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഫോഴ്സ് കൊടുക്കുന്നതിനെയാണ്, അല്ലെ, എംഫസൈസ് ചെയ്യുന്നതിനെയാണ്. എവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്, എവിടെ നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്, എവിടെ നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നത്? ടു എ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് എ വേർഡ്. ഒരു വേർഡിന്റെ പെർട്ടിക്കുലർ പാർട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെ, അല്ലെങ്കിൽ അത് സിലബിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്? സെന്റൻസിലാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കുക, സ്ട്രെസ് രണ്ട് രൂപത്തിലാണ് വരുന്നത്. നമ്മൾ എംഫസൈസ് കൊടുക്കുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്, ഒന്ന് നമ്മൾ വേർഡിലാണ്, വേർഡിന്റെ പാർട്ടിലാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. മറ്റൊന്ന് നമ്മൾ സെന്റൻസിൽ നമ്മൾ സ്ട്രെസ് ചെയ്യാറുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളാം. ഈ വേർഡിന്റെ പാർട്ടിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സിലബിൾ. അതെന്താന്ന് പറയാം. ഓക്കെ, അപ്പം നോട്ട് ചെയ്യുക. സ്ട്രെസ് മീൻസ് ഗിവിങ് എക്സ്ട്രാ എംഫസൈസസ് ഓർ ഫോഴ്സ് ടു ദ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് എ വേർഡ്. ഒരു വേർഡിന്റെ ഒരു പെർട്ടിക്കുലർ പാർട്ടിന് നമ്മൾ എംഫസൈസ് ചെയ്യുന്നതിന്, കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നതിന്, സ്ട്രെസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഈ ഒരു സ്ട്രെസ്. അല്ലെ, അപ്പൊ സ്ട്രെസ് നമ്മൾ എവിടെ ചെയ്യുക? സിലബിളിലാണ് നമ്മൾ ചെയ്യുക. ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. നമ്മൾ പറഞ്ഞു സ്ട്രെസ് നമ്മൾ എവിടെയാണ് ഫോഴ്സ് ചെയ്യുന്നത്, എംഫസൈസ് ചെയ്യുന്നത്? ഓൺ എ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് എ വേർഡ്. അല്ലെ, ഇങ്ങനെ ഈ വേർഡിനെ നമുക്ക് ഡിഫറെന്റ് പാർട്ടുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഡിഫറെന്റ് പാർട്ടുകളായി സ്പ്ലിറ്റ് ചെയ്യുന്ന വേർഡിന്റെ ഭാഗങ്ങളെയാണ്, പാർട്ടിനെയാണ് നമ്മൾ സിലബിൾസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സിലബിളിന്റെ എണ്ണത്തിനനുസരിച്ച്, കൗണ്ടിനനുസരിച്ച് വി ക്യാൻ ഡിവൈഡ് വേർഡ്സ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ്. ഏതൊക്കെ? മോണോസിലബിക് വേർഡ്, ഡൈസിലബിക് വേർഡ്, ട്രൈ, ദെൻ പോളിസിലബിക് വേർഡ്. അല്ലെ, അപ്പം വേർഡിന് ഡിഫറെന്റ് പാർട്ടുകൾ ഉണ്ടായിരിക്കും. ഈ ഡിഫറെന്റ് പാർട്ടിൽ ഒരു പെർട്ടിക്കുലർ പാർട്ടായിട്ടുള്ള സിലബിളിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പം നോട്ട് ചെയ്ത് വെച്ചോളാം, ഒരു വേർഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സിലബിളിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് പാർട്ടുകളാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെ, അപ്പം ഒരു വേർഡ് എടുക്കാൻ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു എംഫസൈസ് ഓൺലി ഓൺ എ സിംഗിൾ സിലബിൾ. അല്ലെ, ഏതെങ്കിലും ഒരു സിലബിളിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത്. അല്ലെ, ഫോർ എക്സാമ്പിൾ നോക്കുന്ന എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലിയർ ആവും. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പ്രോജക്റ്റ്. അല്ലെ, പ്രൊജക്റ്റ്, പ്രോജക്റ്റ്, പ്രൊജക്റ്റ്, പ്രോജക്റ്റ്, പ്രൊജക്റ്റ്. നോക്ക് നിങ്ങൾ, സ്ട്രെസ് ചെയ്യുന്നത് പ്രോജക്റ്റ്. അല്ലെ, പിന്നെ ഒരു കാര്യം കൂടി, ശരിക്കും ഈ ഒരു 5 മാർക്സിന് അല്ലെങ്കിൽ 5 മാർക്സ് ക്വസ്റ്റ്യനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു ടോപ്പിക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാലും ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ ഈ വേർഡിനെ എങ്ങനെയാണ് ഡിഫറെന്റ് പാർട്ടുകളായിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് സിലബിളുകളായിട്ട് നമ്മൾ തിരിക്കുന്നത്, എങ്ങനെ ഡിഫറെന്റ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? നമ്മൾ എത്ര വവൽ സൗണ്ട് ഉണ്ടോ അത്രയും സിലബിൾ ഉണ്ടായിരിക്കും. അപ്പം ഒരു വേർഡിൽ എത്ര സിലബിൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ കൗണ്ട് ചെയ്യാൻ സാധിക്കും? വവലിന്റെ നമ്പർ. അല്ലെ, വവൽ സൗണ്ട് ആണ് ശരിക്കും നോക്കേണ്ടത്. പക്ഷെ വവൽ ആൽഫബറ്റ്, അല്ലെ, AIOU, ഇതാണ് വവൽ ആൽഫബറ്റ് വരുന്നത്. ഇത് കൗണ്ട് ചെയ്താലും ഏകദേശം ഒരു 75 ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും സ്ട്രെസ് മാർക്ക് ചെയ്യാനൊക്കെ
പറ്റൂ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വേർഡിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തിനനുസരിച്ചാണ്? സിലബിളിനനുസരിച്ചാണ്. സിലബിളിനെ നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്? ഒരു വേർഡിൽ എത്ര വവൽ സൗണ്ട് ഉണ്ടോ അത്രയും എന്തുണ്ടായിരിക്കും, പിന്നെ സിലബിൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഇവിടെ നോക്കി നിങ്ങൾ, ഞാൻ പറഞ്ഞു പ്രോജക്റ്റ്, പ്രോജക്റ്റ് അല്ലെ. വേർഡ് മീനിങ് നോക്കി നിങ്ങൾ. പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന നൗണാണ് അല്ലെ. നമ്മൾ റെക്കോർഡ് രൂപത്തിലാക്കി നമ്മൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാറുണ്ട് അല്ലെ, പ്രോജക്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. എന്നാ പ്രൊജക്റ്റ്, പ്രൊജക്റ്റ്, പ്രൊജക്ടർ അല്ലെ. പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഹൈലൈറ്റ് ചെയ്യാന്നുള്ള മീനിങ്. അത് നോക്ക് നിങ്ങൾ. അപ്പം ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്? പിയുടെ മുകളിലാണ് അല്ലെ. പ്രൊജക്ട് ചെയ്യാന്ന ജക്റ്റിലാണ് പോകുന്നത്, ജക്റ്റ് അല്ലെ. അപ്പം പ്രോ ഒരു സിംഗിൾ സിലബിൾ ആണ്, അതിൽ ഓ വരുന്നുണ്ട്. പ്രോ ജക്റ്റ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ സിലബിൾ, ജക്റ്റ് അല്ലെ. അപ്പം പ്രോജക്റ്റ് എവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്? ഫസ്റ്റ് സിലബിളിൽ അല്ലെ, പ്രോലാണ് വരുന്നത് അല്ലെ. അപ്പം എങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്? ചെറിയ സ്മോൾ വെർട്ടിക്കൽ ലൈൻ മാർക്ക് ചെയ്യും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എങ്ങനെ ഇതിനനുസരിച്ച്, അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സ്ട്രെസ് വേർഡ് മീനിങ്ങിൽ വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. പ്രോജക്റ്റ് അല്ലെ, നൗണാണ്, നമ്മൾ ചെയ്യുന്ന സബ്മിറ്റ് ചെയ്യുന്നതാണ് പ്രോജക്റ്റ്. പ്രൊജക്ട് ചെയ്യാന്ന് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് നമ്മൾ രണ്ടാമത്തെ സിലബിളിലേക്കാണ് പോകുന്നത്. അതെന്തായിട്ട് മാറി? വേർബായിട്ട് പ്രൊജക്ട് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് മാറി അല്ലെ. മീനിങ് വ്യത്യാസപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി നോക്കി നിങ്ങൾ. ഇൻ ഇംഗ്ലീഷ് എവറി വേർഡ് of more than one syllable has a one syllable that is stressed more than others അല്ലെ. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ ഇംഗ്ലീഷ് വേർഡിൽ എല്ലാ വേർഡിനും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. ഒന്നിൽ കൂടുതൽ സിലബിൾ ഉള്ള വേർഡിനൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ ഒരു സിലബിളിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വി ഹാവ് ടു ഗിവ് മോർ എംഫസൈസ്, അല്ലെങ്കിൽ വി ഹാവ് ടു ഗിവ് മോർ സ്ട്രോങ്, അല്ലെങ്കിൽ മോർ പവർ, ഫോഴ്സ് അല്ലെ. നോക്കി, ദിസ് ഈസ് കോൾഡ് വേർഡ് സ്ട്രെസ്. ഇങ്ങനെ ഒരു സിംഗിൾ സിലബിളിൽ സിംഗിൾ പാർട്ട് ഓഫ് എ വേർഡിൽ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നതിനെ, ഓവർ ഫോഴ്സ് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് സ്ട്രെസ്. ഇൻ എ വേർഡ് ഇറ്റ് ഈസ് എ സിലബിൾ ദാറ്റ് ഈസ് സെഡ് ലൗഡർ ഓർ മോർ ക്ലിയർലി. അപ്പം ഈ സ്ട്രെസ് ചെയ്യുന്ന ആ ഒരു സിലബിൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വി ഹാവ് ടു പ്രൊനൗൺസ് മോർ ലൗഡർ ആൻഡ് മോർ ക്ലിയർലി അല്ലെ. അതല്ല നോക്ക് നിങ്ങൾ, പ്രോജക്റ്റ്, പ്രോജക്റ്റ്, പ്രൊജക്റ്റ് അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ കുറച്ച് ക്ലിയർ ആയിട്ട്, ക്ലാരിറ്റി ലൗഡർ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ഇൻ എ സെന്റൻസ് ഇറ്റ് ഈസ് ദ വേർഡ് ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി വോണ്ട് ടു ഹൈലൈറ്റ്. എന്നാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേർഡിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പിന്നെ സ്ട്രെസ് ചെയ്യാറുണ്ട്. അതേ സമയത്ത് സെന്റൻസിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്ട്രെസ് ചെയ്യാറുണ്ട്. സെന്റൻസിൽ നമ്മൾ എന്തിനാണ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത്? വേർഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വേർഡിനെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന സമയത്ത് സിലബിളിനാണ്, പാർട്ട് ഓഫ് ദ വേർഡിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. വേർഡിന് നിങ്ങൾ എക്സാമ്പിൾ നോക്കണോ? വേർഡിൽ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നതിന് എക്സാമ്പിൾ ആണ് ദ വേർഡ് എക്സാമിനേഷൻ ഹാസ് 5 സിലബിൾ അല്ലെ. എക്സാമിനേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. നോക്കി നിങ്ങൾ ഇവിടെ, എക്സ് ആ മീ നെയ് ഷൻ കണ്ടോ? വവല് അനുസരിച്ചാണ്. വവൽ 1, രണ്ടാമത്തെ എ, മൂന്നാമത്തേതിൽ ഐ, സൗണ്ട് ആണെങ്കിൽ ഇ, വീണ്ടും എ, ഇതിൽ വീണ്ടും വവൽ സൗണ്ട് ഐ ഒ അല്ലെ. ഇങ്ങനെ നമ്മൾ സൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചില സമയത്ത് ആൽഫബറ്റ് നോക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ചൊരു 75% കറക്റ്റ് ആവും. തൽക്കാലം ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോകേണ്ട, ഈ രൂപത്തിൽ എഴുതി വെച്ചാൽ മതി. അപ്പം ഇത് പോളിസിലബിക് വേർഡ് ആണ്, 3ൽ കൂടുതലുണ്ട്. അപ്പം പോളിസിലബിക് വേർഡ് ആണ്. ഇത് എവിടെയാണ് സ്ട്രെസ് ചെയ്യുന്നത് നോക്കി നിങ്ങൾ? എക്സാമിനേഷൻ, എക്സാമിനേഷൻ കണ്ടോ? എന്നിന്റെ മുകളിൽ സ്മോൾ വെർട്ടിക്കൽ ലൈൻ ഇട്ട് കണ്ടോ? കണ്ടോ ഇവിടെ? എക്സാമിനേഷൻ. അപ്പൊ ഏത് സിലബിളാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്? നേഷൻ കണ്ടോ? എക്സാം ഈ നേഷൻ കണ്ടോ? നെ എന്നുള്ള അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെ? അതും വേണമെങ്കിൽ നിങ്ങൾ സെന്റൻസ് ആക്കി എഴുതാവുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്? യൂഷ്വലി വി മാർക്ക് സ്ട്രെസ് ബൈ സ്മോൾ വെർട്ടിക്കൽ ലൈൻ ഓൺ ദി സ്ട്രെസ്ഡ് സിലബിൾ. അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. എക്സാമ്പിൾ നോക്ക് നിങ്ങൾ. ദ വേർഡ് പ്രസന്റ് അല്ലെ. നമ്മൾ പ്രസന്റ് നമ്മൾ നോക്കി നിങ്ങൾ, സ്ട്രെസ് ഉപയോഗിക്കുന്ന സിലബിളിനെയാണ് നമ്മൾ ബോൾഡ് ആക്കി കൊടുത്തത്. ഓക്കെ, അപ്പൊ നോക്കി നിങ്ങൾ, പ്രസന്റ്, 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 പ്രസന്റ് കൊടുക്കുക. പ്രസന്റ്, പ്രസന്റ് എന്ന് പറഞ്ഞാൽ നോക്ക്, പ്രസന്റ് അല്ലെ. പ്രസന്റ്, പ്രസന്റ്, പ്രസന്റ്. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് സിലബിളാണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നെങ്കിൽ അത് എന്താണ്? ഗിഫ്റ്റിനെയാണ്. പ്രസന്റ് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ്. പ്രസന്റ് എന്ന് പറയുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? പ്രസൻസ് ആർ അല്ലെ നമ്മൾ പറയാറുണ്ട്. അതെന്തായിട്ട് മാറും? അതൊരു വെർബായിട്ട് മാറും അല്ലെ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, സ്ട്രെസ് നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ വേർഡിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ നോക്കി നിങ്ങൾ എങ്ങനെയാ നോക്കൂ, നോക്കണേ. ഫോർ എക്സാമ്പിൾ, ഐ ഡിഡ്ന്റ് സേ ഷീ സ്റ്റോൾ ദി മണി.
ഐ ഡിഡ്ന്റ് സേ. ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ സെന്റൻസ് ആണ്, ആരോ കാശ് മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ റൂമേഴ്സ് നടക്കുകയാണ് മോഷണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഞാൻ പറയാണ് ഐ ഡിഡ്ന്റ് സേ ഷീ സ്റ്റോൾ. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെ, അവിടെ സ്ട്രെസ് കൊടുക്കുന്നത് എന്താ? ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയുന്ന സ്ട്രെസ്സിനനുസരിച്ച് വേർഡിന്റെ സെന്റൻസിന് മീനിങ് മാറും. വേറെ ആരോ പറഞ്ഞിട്ടുണ്ടാവും. ഇറ്റ് മീൻസ് സമ്മൺ എൽസ് സെഡ്. അപ്പൊ ഒരാൾ ഇങ്ങനെ ചർച്ച നടക്കുന്നത്, ആരാണ് ഇവളാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞതാണ് ചർച്ച, ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് ചർച്ച. അല്ലെ, അപ്പൊ ചർച്ചയ്ക്ക് അനുസരിച്ച് അദ്ദേഹം പറയാണ് എവിടെ സ്ട്രെസ് ചെയ്യുന്നത്, കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നത് ഞാനല്ല പറഞ്ഞത്, that can be someone else. അല്ലെ, അതുപോലെ തന്നെ രണ്ടാമത്തെ സെയിം സെന്റൻസ് സ്ട്രെസ് മാറുന്നു നോക്കണേ നിങ്ങൾ. ഐ ഡിഡ്ന്റ് സേ ഷീ ടോൾഡ് ദ മണി. ഞാൻ പറഞ്ഞിട്ടില്ല എന്ത്, ഷീ അവളാണ് മോഷ്ടിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെ, അപ്പൊ ഇവിടെ സെന്റൻസ് മാറുന്നുണ്ട്. എന്ത്, ദാറ്റ് ക്യാൻ ബി സമൺ എൽസ്. അല്ലെ, വേറെ ആരെങ്കിലും ആയിരിക്കും എന്തിട്ടുണ്ട് മോഷ്ടിച്ചിട്ടുണ്ടാവുക. ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ഡിഡ്ന്റ് സേ ഷീ, അവളാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആരാണ് പറഞ്ഞതെന്നായിരുന്നു അവിടെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആരാണ് മോഷ്ടിച്ചത് എന്നുള്ളതാണ്. അല്ലെ, അപ്പം നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന വേർഡിനനുസരിച്ച് അതിന്റെ മീനിങ് മാറും. അപ്പോൾ സ്ട്രെസ് എവിടെയൊക്കെയാണ് സാധാരണ വരാറുള്ളത്? വേർഡിലും നമ്മൾ സ്ട്രെസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ സെന്റൻസിലും സ്ട്രെസ് ചെയ്യാറുണ്ട്. സ്ട്രെസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എംഫസൈസ് ചെയ്യുക, കൂടുതൽ ഫോഴ്സ് കൊടുക്കുക ഓൺ എ പെർട്ടിക്കുലർ സിലബിൾ ഓർ എ പെർട്ടിക്കുലർ വേർഡ് ഇൻ എ സെന്റൻസ്. ഓക്കെ, പിന്നെ എങ്ങനെ അത് മാർക്ക് ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യാറുള്ളത്? ബൈ യൂസിങ് എ സ്മോൾ വെർട്ടിക്കൽ ലൈൻ ഓൺ ദി സ്ട്രെസ്ഡ് സിലബിൾ ഓർ സ്ട്രെസ്ഡ് വേർഡ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി നോക്കാം നമുക്ക് വാട്ട് ഈസ് ഇന്റോനേഷൻ നോക്കാം. Intonation is the rise and fall in the pitch of voice when we speak. അല്ലെ, അപ്പം ഇന്റോനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ബ്രിട്ടീഷേഴ്സ് സംസാരിക്കുന്ന സമയത്താണ് ഇത് കറക്റ്റ്, നാറ്റീവ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന സമയത്താണ് ഇത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ ക്ലാരിറ്റി. അല്ലെ, അവർ പറയുന്ന ചില സെന്റൻസിൽ ചില വേർഡ്സ് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. അല്ലെ, അപ്പം ചില സെന്റൻസിന് ചില സെക്കൻഡ് പാർട്ടുകളൊക്കെ അവർ ലോ വോയിസിലായിരിക്കും, ടോണ് വ്യത്യാസപ്പെടും. അല്ലെ, അപ്പൊ അത് നോക്കി നിങ്ങൾ. ഇന്റോനേഷൻ ഈസ് ദി റൈസ് ആൻഡ് ഫോൾ ഇൻ പിച്ച് ഓഫ് ദി വോയിസ്. ആ വോയിസിന്റെ പിച്ചിൽ വരുന്ന വേരിയേഷൻ ആണ്. അല്ലെ, ആ വേരിയേഷൻ ചിലപ്പം എന്ത് ചെയ്യാം, വോയിസ് കൂടാം, അതിനെ നമ്മൾ റൈസിങ് വോയിസ് എന്ന് പറയുന്നത്. ഫോൾ ചെയ്യാം, അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഫോളിങ്. അല്ലെ, അതിനെ നമ്മൾ റൈസിങ് ഇന്റോനേഷൻ എന്നും ഫോളിങ് ഇന്റോനേഷൻ എന്നും റൈസ് ഫോൾ ഇന്റോനേഷൻ എന്നും നമ്മൾ പറയും. അല്ലെ, ആ വോയിസിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചാണ്, പിച്ചിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചാണ് നമ്മൾ ഇന്റോനേഷൻ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. ദർ ആർ 3 types ഓഫ് ഇന്റോനേഷൻ ആണ്. റൈസിങ് ഇന്റോനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫോളിങ് ഇന്റോനേഷൻ ഉണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് മിഡിൽ വരുന്നതാണ് റൈസ് ഫോൾ ഇന്റോനേഷൻ. അല്ലെ, പിന്നെ നമ്മളെ ഇന്റോനേഷൻ നമ്മൾ എന്തിനാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്? യൂഷ്വലി ഇറ്റ് എക്സ്പ്രസസ് ഇമോഷൻ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓർ മീനിങ് ബിയോണ്ട് ദി ആക്ച്വൽ വേർഡ്. അല്ലെ, അപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഈ ടോൺ അനുസരിച്ച്, റൈസിങ് അല്ലെ പിച്ചിൽ വരുന്ന വേരിയേഷൻസിനനുസരിച്ച്, അല്ലെ നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നമ്മുടെ വോയിസിൽ, നമ്മുടെ പിച്ചിലൊക്കെ നമ്മൾ വ്യത്യാസപ്പെടുത്താറുള്ളത്. അല്ലെ, നോക്ക് നിങ്ങൾ. ഇന്റോനേഷൻ ഈസ് ദി റൈസ് ആൻഡ് ഫോൾ ഓഫ് ദി വോയിസ് വെൻ വി സ്പീക്ക്. അപ്പോൾ ഇന്റോനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ റൈസ് ആൻഡ് ഫോൾ ഓഫ് ദി വോയിസ്. വോയിസിൽ വരുന്ന റൈസിങ്ങും ഫോളിങ്ങും ആണ്. ഇതിനെയാണ് നമ്മൾ സാധാരണ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ വോയിസിനെ നമ്മൾ റൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫോൾ ചെയ്യുന്നതും ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇന്റോനേഷൻ. അല്ലെ, ഇത് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഷോ അവർ ഫീലിംഗ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഇന്റൻഷൻ. അപ്പം ഇതിന് എക്സാമ്പിൾ നോക്കും നിങ്ങൾ. ഇഫ് യു സേ റിയലി വിത്ത് റൈസിങ് ടോൺ ഇറ്റ് ഷോ സർപ്രൈസ്. അല്ലെ, അപ്പൊ നമ്മൾ റിയലിയെ നമ്മൾ റിയലി 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 അല്ലെ, ലാസ്റ്റിലേക്ക് നമ്മളെ വോയിസ് റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. റിയലി അല്ലെ, അപ്പൊ സ്വാഭാവികമായിട്ടും അത് എന്തിനെ എക്സ്പ്രസ് ചെയ്യുന്നു? സർപ്രൈസിനെ കാണിക്കാൻ വേണ്ടി. അല്ലെ, അപ്പം അതേ സമയത്ത് നോക്കി നിങ്ങൾ, ഇറ്റ് യു മേ സേ റിയൽ റിയൽ അല്ലെ, എന്നാൽ അതേ സമയത്ത് അവസാനം സ്റ്റാർട്ടിങ് റിയലി അല്ലെ, അപ്പം ഫോളിങ് ടോൺ ആണ് വരുന്നത്. അല്ലെ, ഇറ്റ് ഷോസ് യു ആർ നോട്ട് സർപ്രൈസ് ഈവൻ ബോർ. അല്ലെ, അപ്പം റിയലി, അപ്പൊ നമ്മൾ എന്തെങ്കിലും ബോറായിരിക്കുന്ന സമയത്തായിരിക്കും ഒരിക്കലും അത് എന്തിനെ കാണിക്കുന്നില്ല, സർപ്രൈസിനെ കാണിക്കുന്നില്ല. അപ്പം നമ്മുടെ ഇന്റോനേഷൻ അനുസരിച്ച്, റൈസിങ് ഫോളിങ് വോയിസിനനുസരിച്ച്, റൈസിങ് ഫോളിങ് ടോൺ അനുസരിച്ചൊക്കെ എന്ത് വ്യത്യാസപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മൾ ഇമോഷൻസും ഫീലിംഗും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പം ബോത്ത് സ്ട്രെസ് ആൻഡ് ഇന്റോനേഷൻ ആർ എസെൻഷ്യൽ ഫോർ എക്സ്പ്രസിങ് കറക്റ്റ് മീനിങ്, ഇന്റൻഷൻ ആൻഡ് ഇമോഷൻ. അപ്പം നോട്ട് ചെയ്ത് വെച്ചുള്ള, ഈ സ്ട്രെസ്സും ഇന്റോനേഷൻ ഒക്കെ ഉപയോഗിക്കുന്നത് മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, ഇന്റൻഷനെ കാണിക്കാൻ, ഇമോഷൻസിനെ കാണിക്കാൻ ഒക്കെയാണ് സാധാരണ. അല്ലെ, അപ്പം മിസ്പ്ലേസിങ് സ്ട്രെസ് ഓർ യൂസിങ് ദ റോങ് ഇന്റോനേഷൻ ക്യാൻ ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പം കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റോനേഷനും സ്ട്രെസ്സും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ദാറ്റ് മേ ലീഡ് ടു
മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നീങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് രണ്ടാമത്തേത് നോക്കാം. ഹോമോഫോൺ ആൻഡ് വേർഡ് ഷിഫ്റ്റ്. എന്താണ് ഹോമോഫോൺ എന്ന് ഡിസംബർ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ജൂൺ 2024 ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം ഹോമോഫോൺസ് ആൻഡ് വേർഡ് ഷിഫ്റ്റ്. നമുക്ക് നോക്കാം എന്താണ് ഹോമോഫോൺ, എന്താണ് വേർഡ് ഷിഫ്റ്റ് എന്താണെന്ന് നോക്കാം. Homophones are words that sound the same with spoken but have a different meanings and spelling. അപ്പം ഹോമോഫോൺ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചുള്ള സെയിം സൗണ്ട്. അപ്പം ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ഹോമോഫോൺ അല്ലെ. ഹോമോഫോൺസ് ആർ വേർഡ്സ്. ഇതിന്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഹാവ് ദ സെയിം സൗണ്ട് അല്ലെ, സെയിം സൗണ്ട് ആയിരിക്കും സംസാരിക്കുന്ന സമയത്ത്, but have the different meaning and different spelling അല്ലെ. ഡിഫറെന്റ് മീനിങ് ഉണ്ടായിരിക്കും, ഡിഫറെന്റ് സ്പെല്ലിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നോട്ട് ചെയ്ത് ഹോമോഫോൺസ് ആർ ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഇതിന്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഹാവ് ദ സെയിം സൗണ്ട്, സെയിം സ്പോക്കൺ ഫോം, ബട്ട് ഹാവ് ദ ഡിഫറെന്റ് മീനിങ് ആൻഡ് spelling. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. They can easily confuse the listeners and readers if the context is not clear. അപ്പം ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കോണ്ടെക്സ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ വേർഡ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്തുണ്ടായിരിക്കും, പിന്നെ വ്യത്യാസപ്പെട്ടിരിക്കും, മീനിങ് വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം എന്താ? സെയിം സൗണ്ട് ആണ്, സെയിം പ്രൊനൗൺസിയേഷൻ ആണ് അല്ലെ, പക്ഷെ അതിന്റെ സ്പെല്ലിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും, മീനിങ്ങിലും വ്യത്യാസം ഉണ്ടാവും. അപ്പം കോണ്ടെക്സ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഫോർ എക്സാമ്പിൾ സി നോക്ക് നിങ്ങൾ. സി രണ്ടും പ്രൊനൗൺസ് ചെയ്യുന്നത് സെയിം സൗണ്ട് ആണ് അല്ലെ, ബട്ട് വൺ മീനിങ് ലാർജ് ബോഡി ഓഫ് വാട്ടർ ആൻഡ് അതർ മീൻസ് ലുക്ക് അല്ലെ. അപ്പൊ നോക്കി നിങ്ങൾ, നല്ല വ്യത്യാസമുണ്ട് മീനിങ്ങിൽ അല്ലെ, ബട്ട് പ്രൊനൗൺസ് സെയിം. ഇങ്ങനെയുള്ള കളക്ഷൻ ഓഫ് വേർഡ്സിനെയാണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോഫോൺ എന്ന് അല്ലെ. ഹോമോഫോൺ മീൻസ് സൗണ്ട് ആണ്. Okay. On the other hand, word shift refers to change in the use of a word from one part of speech to another without changing its form. അപ്പോൾ ഒന്നുമില്ല, വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഉണ്ട് അല്ലെ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഉണ്ട്. ഏതൊക്കെ? നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, ഇങ്ങനെ വരുന്ന ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? പാർട്സ് ഓഫ് സ്പീച്ചുകൾ അല്ലെ. പിന്നെ അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് സ്പീച്ചിൽ നിന്നും മറ്റൊരു പാർട്ട് ഓഫ് സ്പീച്ചിലേക്ക് നമ്മൾ മാറ്റപ്പെടുത്തുക. അതും എങ്ങനെ? വിത്തൗട്ട് മേക്കിംഗ് എനി ചേഞ്ച് ഇൻ സ്പെല്ലിങ്ങിലോ ഫോമിലോ ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, പ്ലേസ് അനുസരിച്ച് വേർഡ് മീനിങ്ങിൽ വ്യത്യാസപ്പെടും. പറയുന്നത് മനസ്സിലാവുണ്ട്. അപ്പം വേർഡ് ഷിഫ്റ്റ് ചെയ്യാണ് നമ്മൾ അല്ലെ. ഒരു സെന്റൻസ് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്ന് മറ്റൊരു പാർട്സ് ഓഫ് സ്പീച്ചിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ് സെയിം വേർഡിനെ. ക്ലിയർ ആണോ? അപ്പം അതാണ് ഓൺ ദ അതർ ഹാൻഡ് വേർഡ് ഷിഫ്റ്റ് റെഫേഴ്സ് ടു ദി ചേഞ്ച് ഇൻ ദ യൂസ് ഓഫ് വേർഡ് ഫ്രം വൺ പാർട്ട് ഓഫ് സ്പീച്ച് ടു അനദർ വിതൗട്ട് ചേഞ്ച് ഇറ്റ്സ് ഫോം അല്ലെ. അതിന്റെ ഫോമിൽ, സ്ട്രക്ചറിൽ, സ്പെല്ലിങ്ങിലൊന്നും വ്യത്യാസപ്പെടുന്നില്ല. ഫോർ എക്സാമ്പിൾ നോക്ക് നിങ്ങൾ, ദ വേർഡ് റൺ ക്യാൻ ബി യൂസ്ഡ് ആസ് എ verb അല്ലെ. ഐ റൺ എവറി മോർണിംഗ് അല്ലെ. ഇവിടെ നോക്ക് നിങ്ങൾ, റൺ എന്ന് പറഞ്ഞാൽ എന്താ? നടത്തം, നൗണാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർബാക്കി മാറ്റാം. ഐ റൺ, നടക്കുന്നു, എവറി മോർണിംഗ്. അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. നമ്മൾ പറയാറുണ്ട് വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? നൗണാണ്, വെള്ളം അല്ലെ. അതിനെ നമ്മൾ പറയുന്ന സെന്റൻസിലാക്കി നോക്കി, ടുഡേ ഐ ഹാവ് ടു വാട്ടർ മൈ പ്ലാന്റ്സ് അല്ലെ. ടുഡേ ഐ ഹാവ് ടു വാട്ടർ. വാട്ടർ മീൻസ് ഇവിടെ നൗണ്, വെള്ളം ഒഴിക്കുക എന്നുള്ള മീനിങ് ആണ് അല്ലെ. അപ്പം പിന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ നൗണിനെ നമുക്ക് വെർബ് ആക്കിയിട്ടും വെർബിനെ നൗൺ ആക്കിയിട്ടും ഒക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് ഹോമോഫോൺ എന്താണെന്ന് ഒന്നും കൂടെ ക്ലിയർ ആക്കാം. ഹോമോഫോൺസ് ആർ ദ വേർഡ് that sound the same when pronounced but have the different meaning and spelling. These can often confuse people, especially when listening rather than റീഡിങ് അല്ലെ. റീഡിങ്ങിൽ കൺഫ്യൂഷൻ ആക്കില്ല. എസ്പെഷ്യലി എവിടെയാണ് ഈ ഒരു പിന്നെ ലാംഗ്വേജ് ഒബ്സ്റ്റക്കിൾ ആയിട്ട് മാറുന്നത്, തടസ്സമായിട്ട്, ബാരിയർ ആയിട്ട് മാറുന്നത്? ഓൺലി ഏത് ഫോമിലാണ്? ആ സ്പോക്കൺ ഫോമിലാണ്. റിട്ടൺ ഫോമിൽ കോംപ്ലിക്കേഷൻ വരില്ല. അപ്പം ഹോമോഫോൺ ആണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഹോമോഫോൺ എക്സാമ്പിൾസ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. ഹോമോഫോണിന് ഫസ്റ്റ് എക്സാമ്പിൾ സി. സെയിം സ്പെല്ലിംഗ് വ്യത്യാസപ്പെടുന്നു, സി ബട്ട് പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. അപ്പം രണ്ട് മീനിങ്ങിൽ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് മീനിങ് സി എന്ന് പറഞ്ഞാൽ ലാർജ് ബോഡി ഓഫ് എ വാട്ടർ ആണ്. നിങ്ങൾ എക്സാമിന് ആൻസർ എഴുതുന്ന സമയത്ത് ഇത്തരത്തിലൊരു എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഐ കണ്ടോ,
ഐ, അതുപോലെ തന്നെ നമ്മൾ ഐ അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നുള്ള മീനിങ്ങിലും യൂസ് ചെയ്യാറുണ്ട്. രണ്ടും സെയിം പ്രൊനൗൺസിയേഷൻ ആണ്, ബട്ട് മീനിങ് ആൻഡ് സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, വീക്ക്, സൈറ്റ്, ചെക്ക്, ഇതൊക്കെ നോക്കി നിങ്ങൾ ഡിഫറെൻറ്റ് സ്പെല്ലിംഗ് ആണ്, മീനിങ് ആണ്, ബട്ട് സെയിം പ്രൊനൗൺസിയേഷൻ. ഇങ്ങനെയുള്ള വേർഡിനെയാണ് നമ്മൾ ഹോമോഫോൺ എന്ന് പറയുന്നത്. ഇനി നോക്കി നിങ്ങൾ എന്താണ് വേർഡ് ഷിഫ്റ്റ് എന്താ നോക്കൂ. വേർഡ് ഷിഫ്റ്റ് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ഗ്രമാറ്റിക്കൽ റൂൾ ഓർ മീനിങ് ഓഫ് എ വേർഡ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഫോം. അല്ലെ, അപ്പം ഗ്രമാറ്റിക്കൽ റോള് മാറുകയാണ്. ഒരു വേർഡിന്റെ നേരത്തെ സെന്റൻസിൽ ഒരു വേർഡിന് നൗണിന്റെ റോൾ ആണെങ്കിൽ, ഗ്രമാറ്റിക്കൽ റോൾ ആണെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്യാൻ ഇവിടേക്ക് വേർബിന്റെ റോൾ ആയിട്ട് മാറുകയാണ്. അല്ലെ, നോക്ക് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഗൂഗിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നോക്കി നിങ്ങൾ. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെർച്ച് എഞ്ചിൻ ആണ്, പേരാണ്, സെർച്ച് എഞ്ചിന്റെ പേരാണ് അല്ലെ ഗൂഗിൾ. അപ്പം നമ്മൾ പറയാറുണ്ട് ഐ വിൽ ഗൂഗിൾ ദി ആൻസർ. ഐ വിൽ ഗൂഗിൾ ദി ആൻസർ, സെർച്ച് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ ഗൂഗിൾ ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ടു ഗൂഗിൾ ഇറ്റ് നൗ എന്നൊക്കെ പറയും അല്ലെ. ഐ വിൽ ഗൂഗിൾ ദി ആൻസർ എന്ന് പറഞ്ഞാൽ അവിടെ വെർബായിട്ടാണ്, സെർച്ച് ചെയ്യും എന്നുള്ള ഒരു ക്രിയയാണ് കാണിക്കുന്നത് അല്ലെ. പിന്നെ അപ്പം ഇങ്ങനെ നമ്മൾ ഒരു വേർബിനെ നൗണാക്കി ഷിഫ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന, അതിന്റെ ഒരു വേർഡിന്റെ ഗ്രമാറ്റിക്കൽ റോൾ വ്യത്യാസപ്പെടുത്തുന്നതിന് പറയുന്ന പേരാണ് വേർഡ് ഷിഫ്റ്റ് അല്ലെ. ഇതുപോലെ തന്നെ നമുക്ക് ക്ലീൻ എന്നുള്ള ഒരു അഡ്ജക്റ്റീവിനെ നമുക്ക് എന്താക്കി മാറ്റാം, വെർബായിട്ട് മാറ്റാം. പ്ലീസ് ക്ലീൻ ദി ടേബിൾ അല്ലെ. ഇങ്ങനെ നമുക്ക് പരസ്പരം വേർഡിനെ ഗ്രമാറ്റിക്കൽ റോൾ അങ്ങോട്ടും രണ്ട് തലങ്ങളിലേക്കായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. A proficient listener can usually understand the correct meaning by using the context of situation and sentence around the word അല്ലെ. അപ്പം ഒരു പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ള ലിസണേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്, ഒരു കീൻ ലിസണേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കറക്റ്റ് മീനിങ് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അതുപോലെ തന്നെ ലെസ് അറ്റൻറ്റീവ് ലിസണേഴ്സ് മേ ഗെറ്റ് കൺഫ്യൂസ്ഡ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ബീയിങ് സെഡ്. അതുപോലെ തന്നെ ഒരു ലെസ് അറ്റൻറ്റീവ് അല്ലെ, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു ലിസണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് കൺഫ്യൂസിങ് ദി മീനിങ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. എനിവേ ഞാൻ മനസ്സിലാക്കുന്ന വീഡിയോ വല്ലാതെ ലെങ്ത് കൂടി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എനിവേ ഈ ഒരു രണ്ട് ടോപ്പിക്കോട് കൂടി ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോപ്പിക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ശ്രദ്ധിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ സൺഡേസിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ യൂട്യൂബ് വഴി നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ താഴെ ടെലിഗ്രാം ലിങ്ക് കൊടുക്കാം. അതുവഴി BEGAE182 നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.